പി.വി. അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ റദ്ദാക്കി. കടുത്ത തൊണ്ടവേദനയെ തുടർന്ന് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് പി.വി. അൻവർ അറിയിച്ചു. ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ പൊതുയോഗങ്ങളാണ് റദ്ദാക്കിയത്. മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന ആക്ഷൻ കമ്മിറ്റിയുടെ വിശദീകരണ യോഗത്തിൽ ഇന്ന് അൻവർ സംസാരിച്ചിരുന്നു. ഹിന്ദുത്വത്തെ ശക്തമായി നേരിട്ടത് CPM ആണെന്ന അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതിൽ സംശയമില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഏക സിവിൽ കോഡ്, പൗരത്വ ഭേദഗതി എന്നിവയിലെ ഇടത് നിലപാട് ആത്മാർത്ഥപരമായിരുന്നുവെന്നാണ് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ എല്ലാം മാറി മറയുന്നത് 1.5 വർഷത്തിനുള്ളിലാണ്. ഇക്കാര്യത്തിൽ പാർട്ടി അന്വേഷണം നടത്തണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായാണ് പി.വി. അൻവർ രംഗത്തെത്തിയത്. മതസൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കാനുള്ള ശ്രമത്തിന് നേതൃത്വം നൽകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പി.വി. അൻവർ ആരോപിച്ചു. മുഖ്യമന്ത്രി RSSുമായും രാജ്യത്തെ ഭീകരവാദികളുമായും ചേർന്ന് ഒരു സമൂഹത്തെയാകെ അപവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്നും അൻവർ ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം എടുത്തു പറഞ്ഞാണ് പ്രതികരിച്ചത്. എന്നാൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് കേരളത്തിലെ പത്രങ്ങളോട് പറയാത്തത്? ദ ഹിന്ദുവിൽ പറഞ്ഞാൽ അതെത്തുക ഡൽഹിയിലാണ്. രക്ഷകൻ വീടിനകത്ത് പൊട്ടക്കിണർ കുഴിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ ആരും വീണുപോകുമെന്നും പി.വി. അൻവർ പറഞ്ഞു. മലപ്പുറത്ത് നിന്ന് പിടിച്ചെടുത്ത പണത്തിന്റെ കണക്ക് വെളിപ്പെടുത്തിയ മുഖ്യമന്ത്രി ഈ തുക രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാണ് കേരളത്തിലെത്തുന്നതെന്ന് ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. 123 കോടി രൂപ വില വരുന്ന ഹവാല പണവും 150 കിലോ സ്വർണവും കേരള പോലീസ് കഴിഞ്ഞ 5 വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്. സംസ്ഥാന വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം കേരളത്തിലേക്ക് എത്തുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ.